ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നത് ഗുഡ് ട്രെയിൻ പോകുന്നതാണത് കാണുന്നത്. ഞാൻ അപ്പോൾ ഉണ്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണോട്ടാ. ഇതൊക്കെ എങ്ങനെയൊക്കെ എനിക്ക് പറയാനുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കണ്ടില്ല തൃശ്ശൂർ. അപ്പോൾ ഞാൻ സൂം ചെയ്യാൻ നോക്കിയിട്ട് അത് ക്ലിയർ ആയിട്ട് വന്നില്ല. അപ്പോൾ നമ്മുടെ കന്യാകുമാരി എക്സ്പ്രസ്, പൂന കന്യാകുമാരി എക്സ്പ്രസ് ആണ് വരുന്നത്. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. മാറിക്കോ, കോയമ്പത്തൂർ അതിന് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ തൃശ്ശൂർ കോയമ്പത്തൂർ. ശരിക്കും ഞാൻ കൊടൈക്കനാലിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബസ്സൊക്കെ കയറി ആ സമയത്ത് തീരുമാനിച്ച് ഇങ്ങോട്ട് പോന്നപ്പോൾ പിന്നെയാണ് മനസ്സിലായത് കൊടൈക്കനാൽ പോകണമെങ്കിൽ എറണാകുളം ആയിരുന്നു ബെറ്റർ. തൃശ്ശൂർ ഇപ്പോൾ എന്തായാലും കോയമ്പത്തൂർ പോകാമെന്ന് വിചാരിച്ച് കോയമ്പത്തൂർ വഴി ഊട്ടി പോകാമെന്നൊക്കെ വിചാരിക്കുന്നു. എങ്ങോട്ട് എത്തിക്കുന്നു അറിഞ്ഞൂടാ. കാരണം അതേ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുന്നു. കാരണം നമ്മൾ ഇനി ട്രെയിനിൽ കയറണം. ഇന്റർസിറ്റിന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ ഇപ്പം നമ്മൾ തീരുമാനിച്ചൊന്നുമല്ല വന്നത്. അങ്ങനെ ഞങ്ങൾ കയറി അക്കുക്ക് ഇരിക്കാനായിട്ട് സ്ഥലം കിട്ടി. ഇതേ അക്കു ഇരിപ്പുണ്ട്, ഇതേ ചേട്ടൻ ഇരിപ്പുണ്ട്, തക്കുട് ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ട്രെയിനിൽ കയറി. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ട്രെയിനിൽ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇരിക്കാനൊക്കെ പറ്റില്ല. അതിന് വലിയ കാര്യം. അങ്ങനെ അതേ പിള്ളേർ മുകളിൽ കയറിയിട്ടാണ്. മുകളിൽ സ്ഥലം കിട്ടി. അപ്പോൾ രണ്ടുപേരും മുകളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാമ എടുത്തതാണ്. വെള്ളം കിട്ടണില്ല. ഇത്ര നേരമായിട്ടൊരു വെള്ളം വന്നില്ലാത്തപ്പോൾ ലാസ്റ്റ് മാമ എടുത്ത് അവൻ കിടക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരുടെയും വെള്ളത്തിൻ്റെ സ്ഥലത്ത് മാവ് ഇങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടിക്കറ്റ് എടുത്തത് എങ്ങനെയാണ്, ഞാൻ ഓൺലൈൻ എടുത്തത് എങ്ങനെയാണ്, ഏത് സൈറ്റിൽ നിന്നാണ് എടുത്തതെന്ന് കാണിച്ചു തരാം. പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ റെയിൽവേ ട്രാക്ക് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു 20-40 മീറ്റർ മാറിയിട്ട് വേണം ഇതിൽ ടിക്കറ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ ചേട്ടന് കോയമ്പത്തൂർ എത്താറായപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ ലൈവ് സ്റ്റേറ്റസ് നോക്കിയപ്പോൾ അറിഞ്ഞത് ഇത് തിരുപ്പതി വഴിക്കാണ് പോണത് പൂനം. അങ്ങനെ ചേട്ടൻ പറഞ്ഞു എന്നാൽ തിരുപ്പതി പോയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എപ്പോഴും റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ട്രെയിൻ ടിക്കറ്റും കൂടി കോയമ്പത്തൂരിൽ നിന്ന് തിരുപ്പതിയിലോട്ട് എടുത്ത് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നതാണ് കാണുന്നത്. ഒരു ശരിക്കും 4:10 എത്തേണ്ട ട്രെയിനായിരുന്നു. 3:40 അവിടെ എത്തി. ഇനി കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യും. ഓടി എത്തിച്ച് അങ്ങനെ ഞങ്ങളിനി